ഓടുക, ചാടുക, അല്ലെങ്കിൽ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് നടക്കുക എന്നുള്ള വിഷയങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. നാലാമത്തത്, ഈ കടിച്ച പാമ്പിനൊക്കെ എപ്പോഴും പിടിച്ചു നടക്കുന്ന ആൾക്കാരുണ്ട്. വളരെ വളരെ ഇത്രയും പ്രബുദ്ധമായിട്ട് പോലും ഈ കടിച്ച പാമ്പിനെ കിട്ടിയാലാണ് പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കാൻ പറ്റാനൊക്കെ പറയുന്ന ആളുകൾക്ക് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ, നായ കടിച്ചു, നായ ആക്രമിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ എടുക്കണമെങ്കിൽ എല്ലാ ദിവസവും ഇതിനേക്കാൾ കൂടുതൽ എണ്ണം നമുക്ക് പറയാനുണ്ടാകും. വേറെ ഏതെങ്കിലും ഒരു ജീവി, ഇപ്പോൾ പന്നി തട്ടി ബൈക്ക് മറിഞ്ഞു, അങ്ങനത്തെ ഒരു റിപ്പോർട്ട് നമ്മൾ ഒരു ദിവസം എടുത്തു നോക്കുക. കേരളത്തിൽ പന്നികളുടെ എണ്ണം ഒരുപാട് കൂടുതലുണ്ട്. അത് എടുത്തു നോക്കിയാൽ ഇതിനേക്കാൾ കൂടുതൽ എണ്ണം ഒരു പക്ഷേ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഒരു സാധനം ട്രെൻഡ് ആകുമ്പോൾ, ഒരു സംഗതി, ഒരു വാർത്ത ട്രെൻഡ് ആകുമ്പോൾ അതിൻ്റെ പുറകെ പോയാൽ, ഈ അത്യുഷ്ണം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വീടുകളിലും ചുറ്റുപാടുകളിലൊക്കെ ഒരുപാട് പാമ്പുകളെ കാണുന്നതും, ഏത് സമയത്തും പ്രധാന വാർത്തകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പാമ്പ് വിഷയം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ചൂടുകാലവും പാമ്പ് കടിയും വാർത്താ ചാനലുകളും സംബന്ധിച്ച് എന്താണ് ഷംജാസ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്? എനിക്ക് ഈ വിഷയത്തിലേ ഞാൻ ഒന്ന് രണ്ട് ആളുകളെ പരാമർശിക്കുന്നത് ഒരുപക്ഷെ കുറച്ചുകൂടി വിഷയം പഠിക്കാൻ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ചൂടൻ വാർത്തകൾ എന്ന് പറയുമ്പോൾ, ഒന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനൽ ചർച്ചകളും കാര്യങ്ങളൊക്കെയാണ്, രണ്ടാമത് സോഷ്യൽ മീഡിയ ആണ്. ആ വിഷയത്തിൽ ഞാൻ ഒന്നാമതായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ ഈ പാമ്പ് കടിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ ചർച്ച. കുറച്ചു കാലം മുൻപ് മദ്രസയിലെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോലെയായിരുന്നു വിഷയം. അതിന് കുറച്ച് മുൻപ് നമ്മുടെ നാട്ടില് ഈ മറ്റ് ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാവും. പൊതുവിൽ ഈ വാട്സപ്പ് ഒക്കെ വന്നതിന് ശേഷം ഉണ്ടായ വലിയൊരു അപകടം എന്ന് പറയുന്നത്, ഇപ്പൊ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നൊരു പദം തന്നെയുണ്ട്. ഈ ഹിന്ദുത്വ IT സെല്ലിനെയൊക്കെ പരാമർശിക്കാറുള്ളത് വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നാണ്. അപ്പോ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വാർത്തകൾ, തെറ്റായ കാര്യങ്ങളൊക്കെ പരത്താൻ വേണ്ടി മാത്രം, സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ കുറെ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് അത് പറയാനുള്ള കാരണം, ഈ പാമ്പ് കടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമല്ല, പൊതുവിൽ ഓൺലൈൻ മേഖലയിൽ ആളുകളെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ആളുകളെ ഞെട്ടിക്കുന്ന എന്തെങ്കിലും രൂപത്തിൽ ആളുകൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്ന ഏത് വാർത്തകളെയും ഷെയർ ചെയ്യുന്ന രൂപത്തിൽ ഒരു കൺട്രോൾ റൂം നമ്മുടെ നാട്ടിലേക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ കൺട്രോൾ റൂം എന്നാണ് വിശേഷിപ്പിക്കുക. അപ്പൊ നമ്മുടെ നാട്ടിലെ പോലീസുകാരുടെ പരിപാടി അറിയാലോ. കൺട്രോൾ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് 112 വിളിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഫോൺ എടുക്കും. ശേഷം അത് ഏത് പോലീസ് സ്റ്റേഷനിലേക്കാണ് എത്തുന്നത് ആ പോലീസ് സ്റ്റേഷനിലേക്ക് കണക്ട് ചെയ്യും. ഇതുപോലെ നമ്മുടെ നാട്ടിലേക്ക് ഈ വാട്സപ്പിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇരിക്കുന്ന കുറെ ആളുകളുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഇവരുടെ പണി ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ മെസ്സേജ് എടുത്ത് മറ്റേ വാട്സപ്പ് ഗ്രൂപ്പിൽ തട്ടും. മറ്റേ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് ഈ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും. ഇങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി വളരെ സ്നേഹപൂർവ്വം പറയുകയാണ്, ദയവ് ചെയ്ത് ഓരോ ഷെയറിന് മുൻപ്, അത് എന്ത് വാർത്തകളായിക്കോട്ടെ, ഇപ്പൊ പാമ്പ് കടി എന്ന് പറയുമ്പോൾ അതിലൊരു കൺസേൺ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് ആളുകൾ പൊതുവിൽ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ഭാഗമുണ്ട്. പക്ഷെ അതിനുവേണ്ടി ഷെയർ ചെയ്യപ്പെടുന്ന വാർത്തകൾ എന്ന് പറയുന്നത്, ഇപ്പൊ പാമ്പ് കടി വല്ലാതെ വർദ്ധിച്ചു എന്നാണ് പൊതുവെ ചിത്രം. പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിലെ മൊത്തം ജനങ്ങളെയും ഇതിന്റെ റേഷ്യോ ഒക്കെ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായി ചെറിയൊരു വർധനമുണ്ട് എന്നുണ്ടെങ്കിലും അതിനെ ഇങ്ങനെ ഭയപ്പെടുന്ന രൂപത്തിൽ കൊണ്ടുപോകേണ്ട ഒരു കാര്യമല്ല. ഇപ്പൊ ഈ ചർച്ച വരാനുള്ള കാരണം, തൃശ്ശൂരിൽ ഉറക്കത്തിൽ മരണപ്പെട്ട അൽജോ എന്ന് പറയുന്ന പാമ്പ് കടിയേറ്റ് മരണപ്പെട്ട കുട്ടി, നമ്മൾ ആ കുടുംബത്തിനോടൊപ്പം ആ സങ്കടത്തിൽ പങ്കുചേരുകയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം ചിറയൻകീഴ്, ഇപ്പൊ 23-ന് തിരുവനന്തപുരം ചിറയൻകീഴിൽ 8 വയസ്സുകാരൻ ദിക്ഷൽ മരിച്ചു. ഈ രണ്ട് വാർത്തകളൊപ്പം തന്നെ ഒരുപാട് വാർത്തകൾ, ഇപ്പൊ പാമ്പ് സോഡ കുപ്പിയിൽ വീണു എന്ന് പറഞ്ഞിട്ടും, പാമ്പ് മറ്റൊരു വീടിന്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ടും, പൂച്ചട്ടിയിലുണ്ട് എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ വരുമ്പോൾ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം വാർത്തകളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഗുണം നമുക്കുണ്ടോ എന്നുള്ളതാണ്. വാർത്തകളല്ല നമ്മൾ ഇപ്പൊ പാമ്പ് കടി എന്നുള്ള പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വിഷയത്തിനോടൊപ്പം തന്നെ എന്താണ് ശ്രദ്ധിക്കേണ്ടത് കൃത്യമായും പരാമർശിക്കുന്നതാണ്. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ തിരുത്താണ്. ഒന്ന്, പാമ്പ് കടിയുമായി ബന്ധപ്പെട്ടൊക്കെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായി ഈ വിഷയത്തിൽ ആധികാരികമായ എന്തെങ്കിലും പരാമർശങ്ങളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ പരിശോധിക്കണം. ഇപ്പൊ കേരള പോലീസ്, കേരള എക്സൈസ് വകുപ്പ്, അല്ലെങ്കിൽ അത്തരം പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് കൃത്യമായ അറിയിപ്പ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. രണ്ടാമത്തെ കാര്യം, പൊതുവിൽ ഇപ്പൊ ഇതൊക്കെ കേൾക്കുന്ന വീടുകളും വീടിന്റെ സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. ചില വളരെ സുരക്ഷിതമായ സ്ഥലത്ത് ഇരിക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാവില്ല. പക്ഷെ വീടിന് ചുറ്റും കാടുകളുള്ള അല്ലെങ്കിൽ കൃത്യമായ ഒരു വൃത്തി ഇല്ലാത്ത രൂപത്തിലുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ ഈ വിഷയത്തിൽ വലിയ ശ്രദ്ധ എന്തായാലും അനിവാര്യമായി വേണം എന്നുള്ളതാണ്. അപ്പൊ രണ്ട് ഭാഗമായി തിരിക്കുകയാണ് ഞാൻ. ഒന്ന്, ഇത്തരം വിഷയത്തിലൊക്കെ നമുക്ക് പേടിയല്ല വേണ്ടത്, ജാഗ്രതയാണ്. നമ്മൾ സാധാരണ പറയുന്ന ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ് വേണ്ടത്. രണ്ടാമത്തെ വിഷയം, ഈ വിഷയത്തിൽ ജാഗ്രത വേണ്ടയിടത്ത് നമ്മൾ ഇത്തരം ന്യൂസുകൾ ഷെയർ ചെയ്യുന്നതിന് പകരം വളരെ അനിവാര്യമായ പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഷെയർ ചെയ്യേണ്ടത്. ഇപ്പോ ഈ ദിൽഷിത്ത് എന്ന് പറയുന്ന കുട്ടി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട വാർത്ത വന്നപ്പോൾ അതിൽ വന്നൊരു കാര്യം, പാമ്പ് കടി ഏറ്റ സമയത്ത് വീട്ടുകാർ ശ്രദ്ധിച്ചപ്പോൾ ഒരു പാടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പാമ്പ് കടിച്ച 2 പാടുണ്ടാവുമല്ലോ എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് അവർ ആദ്യം ചികിത്സിക്കാതിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ പല തെറ്റിദ്ധാരണകളുമാണ് പലപ്പോഴും വലിയ അപകടത്തിലേക്ക് നയിക്കുന്നത്. ഒരുപക്ഷെ ഇതിൽ മെഡിക്കൽ എക്സ്പേർട്സിനാണ് കൂടുതൽ അഭിപ്രായങ്ങൾ പറയാൻ പറ്റും. പക്ഷെ ഞാൻ പൊതുവിലുള്ള തെറ്റിദ്ധാരണകൾ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഒന്നാമത്തേത്, നമ്മൾ സാധാരണ കടിച്ച് എന്തെങ്കിലും പാമ്പ് കടി ഏറ്റു എന്നൊക്കെ പറഞ്ഞാല് അവിടെയൊക്കെ വലിയ രീതിയിൽ പ്രഷർ കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ കെട്ടിവെക്കുക, അവിടെ ഐസ് വെക്കുക എന്നുള്ള രൂപത്തിൽ ഒഴിവാക്കുക. രണ്ടാമത്തേത്, അത്തരം വ്യക്തികളെ, പാമ്പ് കടിച്ചു പറയപ്പെടുന്ന വ്യക്തികളെ പേടിപ്പിക്കാതിരിക്കുക, അവർക്ക് കൂടുതൽ
BP നൽകാതിരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത് ഓടുക, ചാടുക, അല്ലെങ്കിൽ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് നടക്കുക എന്നുള്ള വിഷയങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. നാലാമത്തത് ഈ കടിച്ച പാമ്പിനെയൊക്കെ എപ്പോഴും പിടിച്ചു നടക്കുന്ന ആൾക്കാരുണ്ട്. വളരെ വളരെ ഇത്രയും പ്രബുദ്ധമായിട്ട് പോലും ഈ കടിച്ച പാമ്പിനെ കിട്ടിയാലാണ് പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കാൻ പറ്റാനൊക്കെ പറയുന്ന ആളുകളൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിൽ നമ്മൾ ചിന്തിപ്പിക്കേണ്ടതാണ്. ഒപ്പം തന്നെ വീടിന് ചുറ്റുമുള്ള ശുചിത്വവും, നമ്മൾ വീട്ടിൽ കടന്നുറങ്ങുന്ന കാര്യം, ഇപ്പൊ പ്രവാചകന് വലിയ മാതൃക ഇതിലുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, രാത്രി കിടക്കുമ്പോൾ നമ്മുടെ ബെഡ് 3 തവണ തട്ടി, നമ്മുടെ വസ്ത്രത്തിന്റെ ഒരു തലപ്പോടിനെ തട്ടി അത് വൃത്തിയാക്കിയിട്ടാണ് പുറത്ത് വീഴ്ചയാണ് കിടക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ഹദീസുകളൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കൃത്യമായും മനസ്സിലാക്കേണ്ട കാര്യം, വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അതിലൊക്കെ കൃത്യമായ ചര്യകൾ, വൃത്തി സൂക്ഷിക്കുക, വീടിന്റെ പരിസരമെല്ലാം നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഞാൻ അവസാനമായി പറയുന്ന ഒരു കമന്റ്, ഈ പറയുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ആളുകളോട് നമ്മൾ എപ്പോഴും ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഷെയറിംഗ് ആണോ നടത്തുന്നത്, അതല്ല നമ്മുടേതായ എന്തെങ്കിലും അഭിപ്രായ പ്രകടനമാണോ നടത്തുന്നത് നമ്മൾ നോക്കണം. ഇപ്പോ എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ കുറെ കാര്യം ശരി രാവിലെ ഗുഡ് മോർണിംഗ് മുതൽ കുറെ ഷെയറിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പണി അവസാനിപ്പിക്കണം. നമ്മൾ എപ്പോഴും ഷെയർ ചെയ്യുമ്പോൾ ആലോചിക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, ഇത് അയക്കുമ്പോൾ അയക്കുന്നയാൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ. രണ്ടാമത്തെ കാര്യം, ഇത് അയക്കുന്ന ആൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ. ദോഷം എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാവണമെന്നില്ല. ഇപ്പൊ പാമ്പ് കടി ഏറ്റു എന്ന് പറയുന്ന ഒരു വാർത്ത ഷെയർ ചെയ്യുമ്പോൾ എന്താ ദോഷം, കുറെ നന്മയില്ലെന്ന് ചോദിക്കുന്ന ആളോട് പറയാനുള്ളത് അത് ദോഷമാണ് ചെയ്യുക. കാരണം ഇവിടെ സാധാരണക്കാരായി ജീവിക്കുന്ന കുറെ ആളുകളുടെ മനസ്സിൽ വലിയ പേടിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്, മറിച്ച് ജാഗ്രതയല്ല ഉണ്ടാക്കി കൊടുക്കുന്നത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഈ ദോഷം വരിക്കുന്നുണ്ടോ എന്ന് പറയുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്, ഇസ്ലാമികമായി മര്യാദകൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോ സൂറത്ത് ഹുജറാത്തിലൊക്കെ ഒരു വ്യക്തി ഒരു വാർത്തയുമായി വന്നാൽ നിങ്ങൾ എന്ത് മര്യാദ പാലിക്കുന്ന ഇസ്ലാമിൽ കൃത്യമായ നിർദ്ദേശമുണ്ട്. എന്തെങ്കിലും ഒരു വ്യക്തി വാർത്തയുമായി വരുമ്പോൾ അത് കൃത്യമായി പരിശോധിക്കാതെ അത് ഷെയർ ചെയ്യപ്പെടരുത്. അത് ഇസ്ലാമിന്റെ അടിസ്ഥാന കാഴ്ചപ്പാടാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പൊതുവിൽ ശ്രദ്ധിക്കണമെന്നാണ് ഓർപ്പെടുത്താനുള്ളത്. തീർച്ചയായും ഈ വിഷയത്തിലേക്ക് നല്ല പ്രാർത്ഥന കൂടി അനിവാര്യമാണെന്ന് ഓർപ്പെടുത്തുകയാണ്. പാമ്പുകളി ബന്ധപ്പെട്ടിപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ ഉമ്മമാർ വരെ ഇപ്പോൾ ഒരു ചാവി ഒരിടത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ പേടി, കാരണം അവിടെ പാമ്പുണ്ടാവുമോ. രാത്രി കുട്ടികൾ കിടക്കാൻ പോകുമ്പോൾ ബെഡിൽ ഉണ്ടാകാൻ വാട്സപ്പിൽ കാണുകയാണ് മൂർഖം പാമ്പ് ഇങ്ങനെ എണീറ്റ്, ഏതോ കാലത്ത് എണീറ്റുന്ന പാമ്പിൻ്റെ സാധനം കാണുകയാണ്. ഇങ്ങനെ പേടിച്ചു വാർത്തകൾ തുറന്നാലും എന്ത് ചെയ്യാണ്, ഇപ്പോൾ പ്രായമുള്ളവരെ സംബന്ധിച്ചിടത്തോളം സാധനം ചർമ്മ പേജ് നോക്കുന്ന പറഞ്ഞാൽ ഇന്നിപ്പോൾ എത്ര ആൾ മരണപ്പെട്ടു, ഏതൊക്കെ കുട്ടികളെ മടി കൊണ്ട് എൻ്റെ വീട്ടിലത്തെ കുട്ടിനെ പാമ്പ് കടിക്കുമോ എന്നുള്ള ആദ്യയോടുകൂടിയാണ് ജീവിക്കുന്നത്. എന്താണ് അവരോട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്? പൊതുവിലൂടെ ഷംജാസ് സൂചിപ്പിച്ചത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ. നമുക്ക് നല്ല ജാഗ്രത വേണം ഈ കാര്യത്തിൽ. അത് നമ്മളതിലൊരു കോംപ്രമൈസിന് പോകേണ്ടതില്ല. ഒരു ശ്രദ്ധ നല്ലതാണ്. നമ്മുടെ ചുറ്റും അത്തരം കാര്യങ്ങൾ വരാതിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. രണ്ടാമത്തെ ഷംജാസ് പറഞ്ഞ പോലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ വിവരങ്ങളെ സംബന്ധിച്ചാണ്. അതും അനാവശ്യമായി ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്ത് വിടാതിരിക്കുകയും അങ്ങനെ വരുന്നതിനെ നമ്മൾ അത്ര സീരിയസ് ആയി എടുക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു സംഗതി. മൂന്നാമത്, ഇതിപ്പോൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല ഇത് വരുന്നത്. ഇത് ആധികാരികമായി ചാനൽ എടുത്തു നോക്കിയാൽ ഇന്ന് ഇത്രയാളെ പാമ്പ് പിടിച്ചു എന്ന് പല ഉത്തരവാദിത്തപ്പെട്ട മുഖ്യധാരാ മാധ്യമങ്ങൾ കൂടി ഈ കണക്ക് പുറത്തു വിടുന്ന ഒരു രീതി നമ്മൾ കാണുകയാണ്. ഒന്നാമത്, പാമ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്. പാമ്പ് പാല് കുടിക്കും, പാമ്പ് പക വെച്ച് നടക്കും, ഭാര്യ പ്രഗ്നൻസിയിലുള്ളവർ പാമ്പിനെ കൊന്നാൽ ആ പ്രഗ്നൻസി നഷ്ടപ്പെട്ടു പോകും, പാമ്പിൽ ദൈവീകതയുണ്ട്, ഇങ്ങനെയൊക്കെ കൊല്ലാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പാമ്പ് ഒരു സാധുജീവിയാണ്. നമ്മുടെ നാട്ടിൽ ഇതര ജീവജാലങ്ങളെ പോലുള്ള ഒരു സാധുജീവി. അതിന് ശരിക്ക് കാഴ്ച കുറവാണ്. നമ്മളെ കണ്ടാൽ അങ്ങനെ പകവെച്ച് കിടക്കാൻ കണ്ടാൽ മനസ്സിലാവുക കൂടിയില്ല, കാഴ്ച കുറവാണ്. ചെവിയില്ല പാമ്പിന്, കേൾക്കൂല. പാമ്പ് പോലെ പലതും സെൻസ് ചെയ്യുക അതിൻ്റെ പുറത്തേക്കിടുന്ന നാവ് കൊണ്ടാണ്. ഒരാൾ വരുന്നുണ്ടെന്ന് തിരിച്ചറിയുക, അയാളുടെ നിലത്ത് ചവിട്ടുമ്പോഴുള്ള ആ കമ്പനം, അത് അതിൻ്റെ ശരീരത്തിന് ചർമ്മം കൊണ്ട് ശരീരഭാഗം കൊണ്ട് തിരിച്ചറിഞ്ഞിട്ടാണ് ഒരാൾ അടുത്തു വരുന്നു എന്ന് പാമ്പ് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് കുറവുകളുള്ള, അതിനാരെങ്കിലും ഉപദ്രവിക്കും തോന്നിയാൽ മാത്രം അത് തിരിച്ചുപദ്രവിക്കാൻ ഒരു രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. അത് തന്നെ ഇര വിഴുങ്ങി ഭക്ഷണം കഴിച്ച് കിടക്കുന്ന സമയത്താണെങ്കിൽ അതിൻ്റെ വിഷസഞ്ചിയിലുള്ള വിഷം പുറത്തു പോയിട്ടുണ്ടാവും. പിന്നീട് 24 മണിക്കൂർ കഴിയണം അത് നിറയണമെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരുപാട് പരിമിതികളുള്ളൊരു പാവപ്പെട്ട ജീവി എന്ന് മാത്രമേ പാമ്പിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ ഒരാളെയും പകവെച്ച് ഉപദ്രവിക്കാനോ ഒന്നും അതിന് കഴിയില്ല. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പാമ്പ് കടി എന്നതിന് പകരം നായ ആക്രമിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ എടുക്കണമെങ്കിൽ എല്ലാ ദിവസവും ഇതിനേക്കാൾ കൂടുതൽ എണ്ണം നമുക്ക് പറയാനുണ്ടാകും. വേറെ ഏതെങ്കിലും ഒരു ജീവി, ഇപ്പോൾ പന്നി തട്ടി ബൈക്ക് മറിഞ്ഞു, അങ്ങനത്തെ ഒരു റിപ്പോർട്ട് നമ്മളൊരു ദിവസം എടുത്ത് നോക്കുക. കേരളത്തിൽ പന്നികളുടെ എണ്ണം ഒരുപാട് കൂടുതലുണ്ട്.
അതെടുത്തു നോക്കിയാൽ ഇതിനേക്കാൾ കൂടുതൽ എണ്ണം ഒരു പക്ഷേ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഒരു സാധനം ട്രെൻഡാകുമ്പോൾ, ഒരു സംഗതി, ഒരു വാർത്ത ട്രെൻഡാകുമ്പോൾ അതിൻ്റെ പുറകെ പോയാൽ അതൊരു അബ്നോർമലായിട്ടുള്ള എണ്ണം ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ശരിക്കുണ്ടാകും. ഇവിടെ പറയുന്ന വാർത്തകളിൽ പലതും തെറ്റുണ്ട്. ചൂട് കൂടിയതുകൊണ്ട് പാമ്പുകൾ മാളത്തിൽ നിന്ന് പുറത്തു വരുന്നു എന്നൊക്കെ കേൾക്കുന്നു. പൊതുവിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ മനസ്സിലായത് പുറത്തുള്ള ചൂടിനേക്കാൾ ചൂട് കുറവായിരിക്കും മാളത്തിൻ്റെ അകത്ത്, ഉള്ളിലേക്ക് പോകും. അതുകൊണ്ട് നല്ല ചൂടുള്ള സമയത്ത് ഈ എന്താ പറയുക, വേനൽ ഉള്ള സമയത്ത് അവ രാത്രിയാകുമ്പോൾ ചൂട് പുറത്ത് ഒതുങ്ങുമ്പോഴേ, ശരിക്ക് ചൂടൊന്ന് കുറയുമ്പോഴേ പുറത്ത് വരുള്ളൂ. ഉഷ്ണമായതുകൊണ്ട് എന്ത് ചെയ്യില്ല, അത് പുറത്ത് വരില്ല. പിന്നെ ഈ കാലാവസ്ഥ ചേഞ്ച് വരുമ്പോൾ വേനൽക്കാലത്ത് നിന്ന് മഴക്കാലത്തേക്ക് കടക്കുമ്പോൾ ഇത്തരം ജീവികൾ പുറത്തു വരാൻ സാധ്യതയുണ്ട്. നമ്മളിവിടെ ഈ മാധ്യമ റിപ്പോർട്ടിങ്ങിൽ ശരിക്കൊരു ഒരു പ്രശ്നമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ സിഫ് പറഞ്ഞ പോലെ ആളുകൾക്ക് പേടി തോന്നാൻ വാർത്തകൾ ഇങ്ങനെ കാണാണ്, ചാനൽ തുറന്ന വാർത്ത കാണാണ്, വാട്സപ്പിൽ മാത്രമല്ല. അത് ശരിക്ക് ഒരു സമയത്ത് എന്താണ് ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുക എന്ന് തോന്നുന്നത് റിപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ നന്നായി ശ്രദ്ധിക്കാറുണ്ട്. അത് ശരിക്കും ഒരു തരം പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ വാർത്ത എന്ന് പറയുന്നത് ഇന്ന് അത്യാവശ്യ മൂല്യമുള്ള ഒരു വസ്തുവാണ്, ഒരു കച്ചവട വസ്തുവാണ്. അതിൻ്റെ മാർക്കറ്റിന്, ആ വാർത്തക്ക് മാർക്കറ്റിന് ഇന്ന് നല്ല വിലയുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങളും പത്രപ്രവർത്തകരും ചെയ്യുന്ന രീതി എന്തായിരുന്നു? സംഭവിച്ച സംഭവങ്ങളെയോ വാർത്തകളെയോ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു വാർത്താമാധ്യമങ്ങളുടെ ഒരു രീതി, പത്രങ്ങളാണെങ്കിലും എല്ലാത്താണെങ്കിലും. ഇന്നിപ്പോൾ അതല്ല ചെയ്യുന്നത്. ഇന്ന് വാർത്ത സൃഷ്ടിച്ച് അത് ആളുകളെ കൊണ്ട് കൺസ്യൂം ചെയ്യിപ്പിക്കുക, ഇതാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, അതിൽ കേരളത്തിലെ എല്ലാ ഭാഷകളിലെയും കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ തരം താഴ്ന്ന രീതിയിലേക്ക് പലപ്പോഴും പോകുന്നുണ്ടോ എന്ന് തോന്നിപ്പോകാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പ് കാലങ്ങൾ എടുത്തു നോക്കി, ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവിനോടൊന്ന് ചോദിക്കും, അതേ കാര്യം ഉദ്ധരിച്ച് മറ്റയാളോടൊന്ന് ചോദിക്കും. അതായത് എല്ലാ അരമണിക്കൂറിലും ഒരു സെൻസേഷണൽ സാധനം കിട്ടണം. അത് സ്വാഭാവികമായി ഉണ്ടാവില്ല. അപ്പോൾ എന്തു വേണം? അത് ഉണ്ടാക്കിയെടുക്കണം, എക്സ്ക്ലൂസീവ് ആക്കണം. അതിന് പുതിയൊരു സാധനം ഉണ്ടാക്കണം. അത് ഇതിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും അതെ. അത് നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ പിന്നെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ നമ്മളെ കാശ്മീരിലെ വെടിവെപ്പിന് ശേഷം ഉണ്ടായ ആ ഇഷ്യൂവിൽ നമ്മളതിവിടെ കണ്ടു. മാധ്യമങ്ങൾ എന്തുമാത്രം മോശമായ രീതിയാണ് സ്വീകരിച്ചത് എന്നുള്ളത്. കർണാടകയിൽ നമ്മുടെ അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ലോറിയും വാഹനത്തിൽ അവിടെ പുഴയിൽ മുങ്ങിപ്പോയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ അമിതമായ വാർത്ത, പിന്നെ ആ പ്രശ്നം സിഫോർക്കുന്നുണ്ടാവും മലയാളത്തിലെ ചാനലുമായി ബന്ധപ്പെട്ട്. ഒരു പെൺകുട്ടി കാട്ടുകാരിയിൽ 4 ദിവസം കഴിഞ്ഞിട്ട് വന്നതും. അതെ. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ആളുകളെ ഞങ്ങളുടെ ചാനലിൽ പിടിച്ചു നിർത്തണം, നമുക്ക് വ്യൂവർഷിപ്പ് കൂടണം, നമ്മുടെ റേറ്റിംഗ് കൂടണം എന്ന ഒരു അജണ്ടക്കനുസരിച്ച് ചില ട്രെൻഡുകളുടെ പുറകെ പോയി അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു അത്യാവേശത്തിൽ ചില അനാവശ്യമായ കാര്യങ്ങൾ ആളുകൾക്ക് ഭീതി ഉണ്ടാക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു രീതി ഒരിക്കലും മാധ്യമങ്ങൾ തുടരാൻ പാടില്ല. എന്നാൽ അതേസമയം ഇത്തരം കാര്യങ്ങൾ കൂടുന്നുണ്ടെങ്കിൽ പൊതുവിൽ വന്യജീവികൾ പുറത്തിറങ്ങുന്ന ഈ കാട് എക്സ്റ്റെൻഡ് ചെയ്ത് വന്ന് ഇങ്ങോട്ട് ആളുകൾ ഇതിലേക്ക് ഇറങ്ങി വരുന്നൊരു പ്രശ്നമുണ്ട്. അതൊരു പക്ഷേ ഈ ജീവജാലങ്ങൾക്കും അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടായിരുന്നേക്കാം. കാട്ടുപന്നികളും ആനകളും പുലികളും കടുവകൾ വരെ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടല്ലോ. അതിൻ്റെ ഒരു ഭാഗമായി ഒരു പക്ഷേ ഈ പാമ്പുകളുടെയും ഒരു ആധിക്യം ഉണ്ടായിരുന്നേക്കാം. അത് ഒരു പോയിന്റിനെ തന്നെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൻ്റെ എണ്ണം നോക്കിയാണെന്ന് അത് ഭയങ്കര നമ്പറായിട്ട് ഇന്നിപ്പോൾ ഏതൊരു ചാനലിൽ കണ്ടു, ഇന്ന് 32 ആൾക്ക് പാമ്പ് കടിയേറ്റു, ഇന്നലെ 20 ആൾക്ക് പാമ്പ് കടിയേറ്റു, അങ്ങനെയൊന്നും റിപ്പോർട്ട്. കേരളത്തിലെ എല്ലാ കാഷ്വാലിറ്റിന്ന് റിപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ അതന്നെ വലിയതുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ആൻറ്റിവേനെ നമ്മൾ മറ്റേ മാനുഫാക്ചർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ മാനുഫാക്ചർ ചെയ്യുന്ന സാധനമൊക്കെ യൂസ് ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ ഇത്ര ഇഞ്ചക്ഷൻ വെച്ചിരിക്കുന്നതാണ് അത്രയും പാമ്പ് കടി ഏറ്റിരിക്കുന്നതാണല്ലോ. അതിൻ്റെ കണക്കൊക്കെ പുറത്തേക്ക് വിടുകയാണെങ്കിൽ ഈ പറഞ്ഞ എന്നും പ്രധാന വാർത്തകൾ ഉൾപ്പെട്ടിട്ട് പറയാൻ തന്നെ ഉണ്ടാവുള്ളൂ. അതെ. ഏതായാലും ഈ സ്പോട്ട്ലൈറ്റിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ചകളിൽ പുതിയ വിഷയങ്ങളിൽ കാണുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.